പ്രേമേ, ഒരു മണിക്കൂർ മുന്നോ 2 മണിക്കൂർ മുന്നോ ഈ വരുന്ന വർഷത്തെ 2020 ഇന്ത്യൻ ടീമിനെ 2026 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു സഞ്ജു ടീമിലുണ്ടോ. സഞ്ജു തന്നെയാണ് ഒന്നാം വിക്കറ്റ് കീപ്പർ. ഗില്ല് ടീമിലേ ഇല്ല. ഇതിൽ ശരിക്കൊരു ചെറിയ രാഷ്ട്രീയം കളിച്ചിട്ടാണ് ഗില്ലിപ്പോൾ ടീമിൽ പുറത്ത് പോയിരിക്കുന്നത്. ഗില്ലിന് തീരെ വയ്യാത്തതുകൊണ്ട് തന്നെയാണ്. സൂര്യകുമാർ ക്യാപ്റ്റനാണ്. എന്താ പ്രേമേ പറയാനുള്ളത്? ഈ സെലക്ഷൻ കമ്മിറ്റി BCCI ഇത്രയും തല പുകഞ്ഞ് നടത്തിയ ഒരു ടീം പ്രഖ്യാപനം എന്ന് തന്നെ വേണം പറയാൻ. സാധാരണഗതിയിൽ ഒരു വേൾഡ് കപ്പ് പോലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വരുന്നതിന് മുമ്പ് നമ്മളൊരു സാധ്യതാ ടീം, നമുക്ക് ഒരു മുൻകൂട്ടി ഏകദേശം ഒരു സാധ്യതാ ടീം നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇന്നത്തെ പ്രഖ്യാപനം അത് പലരെയും ഞെട്ടിക്കുന്നുണ്ട് പല അർത്ഥത്തിൽ. പ്രത്യേകിച്ചും ഇതുവരെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ഇപ്പൊ ടീമിൽ പോലും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ശുഭ്മാൻ ഗിൽ എങ്ങനെ ടീമിൽ തുടർന്നു? ഏതായാലും ഏഷ്യ കപ്പ് പോലെ ഒരു നിർണായക ടൂർണമെന്റിലാണ് അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിൽ കൊണ്ടുവന്നത്. പിന്നെ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പരയിലും അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിട്ട് കളിച്ചു. പിന്നെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളർത്തിക്കൊണ്ടുവരുന്ന പലരെയും പെട്ടെന്ന് വെട്ടി ഒതുക്കി കളഞ്ഞു. ഇപ്പൊ ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പറെ ഒന്നാം നിര വിക്കറ്റ് കീപ്പറായിട്ട് കണ്ടിരുന്നു. സഞ്ജുവിനെ മാറ്റി നിർത്തി ജിതേഷ് ശർമ്മേനെയാണ് ഇതുവരെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജിതേഷ് ശർമ്മ ലോകകപ്പ് ടീമിൽ പോലും ഇല്ല. അപ്പൊ ഇത്രയും കാലം ജിതേഷ് ശർമ്മയ്ക്ക് വേണ്ടി വെള്ളവും വളവും ഇട്ടുകൊടുത്തത് എന്തിനാണ്? അയാൾ ഒരു പാഴ്മരമാണെങ്കിൽ ഇത്രയും വളർത്തിയത് എന്തിനാണ്? ഇപ്പൊ ലോകകപ്പ് പോലെ ഒരു ഈവന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സഞ്ജു വി സാംസണെ പോലെ ഇതിനോടകം പ്രതിഭ തെളിയിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒതുക്കി നിർത്തി ജിതേഷ് ശർമ്മേനെ പോലെ ഒരു കളിക്കാരനെ നിരന്തരമായി അവസരങ്ങൾ കൊടുത്ത് കളിപ്പിച്ചു. എന്നിട്ട് ലോകകപ്പ് പോലെ ഒരു നിർണായക ടീം പ്രഖ്യാപനം വരുമ്പോൾ ജിതേഷ് ശർമ്മ ടീമിൽ പോലും ഇല്ല. അപ്പൊ ആ മഹാത്ഭുതം എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ സഞ്ജുവിനെ ബോധപൂർവം ഒതുക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ജിതേഷ് ശർമ്മ ഇത്രത്തോളം കളിപ്പിച്ചത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും. പിന്നെ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം രണ്ടുപേരുടെ ടീമിലേക്കുള്ള മടങ്ങിവരവാണ്. അതൊന്ന് ഇഷാൻ കിഷൻ, പിന്നൊന്ന് റിങ്കു സിംഗ്. ഈ റിങ്കു സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ ഒരു എന്താ പറയുക, അവസാനം ഫിനിഷിംഗ് പറ്റിയ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തെ കുറെ കാലങ്ങളായിട്ട് തഴഞ്ഞ് ഇട്ടേക്കുകയായിരുന്നു. പകരം ഗൗതം ഗംഭീറിന്റെ ഐഡിയയാണ് കുറെ ഓൾറൗണ്ടർമാരെ മിഡിൽ ഓർഡറിൽ ഉൾപ്പെടുത്തുക. അതിപ്പോ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശിവൻ ദുബെ, ഇങ്ങനെയുള്ളൊരു നീണ്ട നിരയാണ് ഈ ഫിനിഷർമാരുടെ റോളിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ആ റോള് യോജിക്കുക ഹാർദിക് പാണ്ഡ്യക്ക് മാത്രമാണ്. അങ്ങേര് മാത്രമാണ് ഒരു തികഞ്ഞ കളിക്കുന്നത്. ഈ 3 കളിക്കാരുണ്ടല്ലോ, അതായത് അക്സർ പട്ടേൽ ആണെങ്കിലും ശരി, വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും ശരി, ശിവൻ ദുബെ ആണെങ്കിലും ശരി, ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ശോഭിക്കുള്ളൂ. ഇപ്പൊ ശിവൻ ദുബെ എന്ന് പറയുന്ന ഒരു പ്യുവർ ബാറ്ററാണ്. അദ്ദേഹത്തിന് ഒരു 2 ഓവർ പോലും 2020 തികഞ്ഞെറിയിപ്പിക്കാൻ, വിശ്വസിപ്പിച്ച് പന്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. അതേപോലെ വാഷിംഗ്ടൺ സുന്ദറിന്റെ, അക്സർ പട്ടേലിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, അവര് പ്രതിഭയുള്ള കളിക്കാരാണ്. പക്ഷെ ഇതുവരെ അത് പ്രൂവ് ചെയ്യാൻ നല്ല ഒരു വിശ്വസ്തരായ ബാറ്റർ ആണ് എന്ന രീതിയിൽ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന സ്ഫോടനാത്മകമായ സംഗതി തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇതുവരെ രണ്ടു കൂട്ടർക്കും അങ്ങനെ കാര്യമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനും പറ്റിയിട്ടില്ല. അപ്പൊ ആ റോളിൽ യോജിക്കുക ഹാർദിക് പാണ്ഡ്യയാണ്, റിങ്കു സിംഗ് ആണ് എന്ന ബോധ്യം. ഇപ്പൊ ജിതേഷ് ശർമ്മേനെയൊക്കെ പരീക്ഷിച്ച ആ ഒരു പേരിലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി പരീക്ഷണങ്ങളൊന്നും വേണ്ട, ഇവരെ മാത്രം കളിപ്പിച്ചാൽ മതി. ഇനി ഇഷാൻ കിഷന്റെ കാര്യം, അദ്ദേഹം ഒരു അച്ചടക്കമില്ലായ്മയുടെ പേരിൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടത്തിയ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഷാൻ കിഷൻ ഇപ്പൊ ടീമിലോട്ട് വന്നേക്കുന്നത്. ഒരു പരിധിവരെ ഒരു ബാക്കപ്പ് ഓപ്പണർ ആയിട്ട് ഇനി കരുതാം ഇഷാൻ കിഷനെ. കാരണം സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒന്നാം നിര വിക്കറ്റ് കീപ്പറും ഒന്നാം നിര ഓപ്പണറും. അഭിഷേക് ശർമ്മയോടൊത്ത് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക സഞ്ജു ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഒരു ബാക്കപ്പ് എന്ന നിലയിലായിരിക്കും ഇഷാൻ കിഷൻ ടീമിൽ ഉണ്ടാകുക എന്നുള്ളത് അടിവരയിട്ട് പറയാം. സഞ്ജുവിന് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഇഷാൻ കിഷൻ ആയിരിക്കും ഓപ്പണർ റോളിൽ ഉണ്ടാവുക. പക്ഷെ നിരാശപ്പെടുത്തുന്ന ഒരു സംഗതി SSC ജയ്സ്വാളിനെ ഇതുവരെ ടീം പരിഗണിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ ഗില്ലിനേക്കാൾ അല്ലെങ്കിൽ സഞ്ജുവിനേക്കാൾ സാങ്കേതിക തികവുള്ള ഒരു കളിക്കാരനായിട്ടാണ് SSC ജയ്സ്വാളിനെ കണക്കാക്കപ്പെടേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യയുടെ T20 ടീമിൽ ഇതുവരെ SSC ജയ്സ്വാളിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ
ടെസ്റ്റിലും ഏകദിനങ്ങളിലും ധാരാളം അവസരങ്ങൾ യശസ്വി ജയ്സ്വാളിന് കൊടുക്കുന്നുമുണ്ട്. എന്തായാലും സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോ സെലക്ഷൻ കമ്മിറ്റി സമസ്താപരാധം അല്ലെങ്കിൽ BCCI സമസ്താപരാധം ഏറ്റുപറഞ്ഞ് സഞ്ജുവിന്റെ ആ ഒരൊറ്റ പ്രകടനം കൊണ്ട് എല്ലാവരുടെയും സംശയങ്ങളുടെ വായടപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനം നടന്ന T20 മത്സരത്തില് 22 പന്തിൽ നിന്ന് 37 റൺസ് നേടി ഇനി ഒരു റോളിന് തന്റെ അവകാശവാദം അത് ഉറപ്പിക്കുകയാണ് സഞ്ജു സാംസൺ. ഇനി ഈ ടീമിന്റെ ഏക പോരായ്മ അത് അതിന്റെ നെടുന്തൂണായ ക്യാപ്റ്റൻ മാത്രമാണ്, സൂര്യകുമാർ യാദവ്. ഇപ്പോ കഴിഞ്ഞ ഏതാണ്ട് 24 മത്സരങ്ങളിൽ 14 മാസമായ സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കിട്ടിയിട്ട് കഴിഞ്ഞ ലോകകപ്പ് നേടിയത് സൂര്യകുമാറിന്റെ ഒരു എഫർട്ട് കൊണ്ടാണ്. നിർണായക ക്യാച്ച് ഏറ്റെടുത്തത് സൂര്യകുമാർ യാദവാണ്. അപ്പൊ അതിന്റെ പേരിൽ കിട്ടിയ അല്ലെങ്കിൽ T20 കളിക്കുന്ന ഏറ്റവും പരിചയസമ്പന്നനായ ഒരു ഇന്ത്യൻ കളിക്കാരൻ എന്ന പേരിൽ മാത്രമാണ് സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കിട്ടിയത്. അതല്ലാണ്ട് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലേ പോലും ആയിരുന്നില്ല സൂര്യകുമാർ യാദവ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യക്ക് കിട്ടേണ്ട അവസരമാണ് സൂര്യകുമാർ യാദവിന് വെച്ച് നീട്ടിയത്. ഇപ്പൊ സൂര്യകുമാർ യാദവാണ് ഇപ്പോ ഈ കഴിഞ്ഞ 24 മത്സരങ്ങളായിട്ട് 14 മാസമായിട്ട് ഒരു 50 പോലും നേടാതെ ഇന്ത്യൻ ടീമില് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം സ്ഥിരമായി കളിക്കാൻ അവസരം കിട്ടുന്ന ഒരു താരം അത് സൂര്യകുമാർ യാദവ് ആണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. അപ്പോ സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ എന്ന രീതിയിലാണ് BCCI കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ രണ്ടും പാഴായിപ്പോയി. അപ്പൊ ഇനി നിർണായക ഒരു ലോകകപ്പ് മത്സരം നടക്കുന്നതിന് മുമ്പ് പുതിയൊരു ക്യാപ്റ്റനെ നിശ്ചയിക്കുക, അതൊരു താളം കണ്ടെത്തുക. ഇനി 5 മത്സരങ്ങൾ മാത്രമേ T20 മത്സരങ്ങൾ ഇന്ത്യക്ക് അവശേഷിക്കുന്നുള്ളൂ ലോകകപ്പിന് മുൻപായിട്ട്. അപ്പോ ഒരു പുതിയൊരു ക്യാപ്റ്റനെ അവരോധിക്കുക, ആ ക്യാപ്റ്റന്റെ കീഴിൽ ഒരു ടീമിനെ വാർത്തെടുക്കാതെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കണം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിലനിർത്തിയേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മേനി പറയാം, അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കാം സൂര്യകുമാർ യാദവിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം വെച്ച് നീട്ടുന്നത്. ഇനി മലയാളികൾ ഒരു രഹസ്യമായി പറയുന്ന ഒരു അഹങ്കാരം കൂടി പറയാം. ഒരു മലയാളി എപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അത് തന്നെയാണ് ചരിത്രം. 83-ൽ നടന്ന ലോകകപ്പിലും അതേപോലെ MS ധോണിയുടെ നേതൃത്വത്തിൽ 2007-ൽ കിട്ടിയ ലോകകപ്പ്, പിന്നെ രോഹിത് ശർമ്മയുടെ കീഴിൽ നേടിയ ലോകകപ്പ്, ഏകദിന ലോകകപ്പ് ധോണിയുടെ കീഴിൽ തന്നെ നേടിയ 2011-ലെ ലോകകപ്പ്, ഇതിലെല്ലാം തന്നെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോ ഇത്തവണയും വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വാദത്തിന് വേണ്ടി പറയാം, ഒരു മലയാളി ഉണ്ട്, അപ്പോ ലോകകപ്പ് ഉറപ്പിക്കാമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ സഞ്ജുവിന്റെ വിലപ്പെട്ട ഒരു 10-12 മത്സരങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ടീം മാനേജ്മെന്റ് വീണ്ടും സഞ്ജുവിൽ വിശ്വാസം അർപ്പിച്ചത്. അപ്പോ ആ നഷ്ടപ്പെട്ട അവസരങ്ങൾക്ക് കൂടി വരുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ അല്ലെങ്കിൽ ലോകകപ്പില് സഞ്ജുവിന്റെ വക മിന്നുന്ന പ്രകടനങ്ങൾ കാണാം എന്നുള്ളത് ഉറപ്പിക്കാം. കാര്യം ആത്മവിശ്വാസം കൈമുതലുള്ള സഞ്ജുവിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഇതിനോടകം സഞ്ജുവിനെ സമ്മർദ്ദങ്ങളുടെ എന്താ പറയാ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ കളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിയപ്പോൾ ടീമിൽ സ്ഥിരമായെന്ന് തോന്നിയപ്പോഴാണ് 3 സെഞ്ചുറികളടക്കം പിറന്നത്. അത് നമ്മൾ ഓർക്കണം. പക്ഷെ സമ്മർദ്ദം അത് എത്ര വലിയ സൂപ്പർ സച്ചിൻ ടെണ്ടുൽക്കർ പോലും സമ്മർദ്ദത്തിന് അടിപ്പെട്ട് പതറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ പോലും 22 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ച് തന്റെ അവകാശവാദം അത് ഉറപ്പിക്കാൻ സഞ്ജുവിന് പറ്റിയിട്ടുണ്ട്. അപ്പോ വരുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ ലോകകപ്പിന് മുമ്പുള്ള കർട്ടൻ റൈസർ സഞ്ജുവിന്റെ വക ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് വരുന്ന ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ മത്സരങ്ങൾ ഇന്ത്യക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ്. ശ്രീലങ്കയിൽ ഒരുപക്ഷെ വേഗത കുറഞ്ഞ വിക്കറ്റാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. പക്ഷെ ഫൈനൽ നടക്കുക അത് ഇന്ത്യൻ സാഹചര്യങ്ങളിലാകും എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം പാകിസ്ഥാൻ ഫൈനലിൽ വന്നെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു ആശങ്കയുള്ളൂ വേദിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയായിരിക്കും ഫൈനൽ മത്സരം. ഈ ടീമിലെ ബൗളേഴ്സ് ഒക്കെ ആയിട്ട് ആരൊക്കെയാ ഉള്ളത്? അക്കാര്യവും ശ്രദ്ധേയമാണ്. ഗൗതം ഗംഭീറിന്റെ വിശ്വസ്തരായ മറ്റേ റാണ ടീമിൽ വന്നിട്ടുണ്ട്. അതാണ് ഇക്കാര്യം ഈ സെലക്ഷനിലെ ഏക അസ്വസ്ഥത. ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വരുൺ ചക്രവർത്തി വന്നിട്ടുണ്ട്, കുൽദീപ് യാദവ്, അതേപോലെ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ് അടക്കമുള്ള പിന്നെ ഓൾറൗണ്ടർമാർ ഇതിൽ വലിയ ഒരു ശ്രദ്ധേയ വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ എടുത്തിട്ടുണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്. ഇവർ രണ്ടുപേരെയും നമുക്ക് വിശ്വസ്തരായ ഓൾറൗണ്ടർമാരെ എത്രയുണ്ട്, സ്പിന്നർമാരെ എത്രയുണ്ടാവും?
സ്പേസ് ബോളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിത് റാണ, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, പിന്നെ ഞാൻ പേര് വിട്ടുപോയി. ഇത്രയും 4 പേസ് ബോളർമാർ ടീമിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാറ്റർമാരുടെ കാര്യത്തിലാണ് ഒരു മാറ്റമുണ്ട്. റിങ്കു സിംഗ് ടീമിൽ വരുന്നു, അതേപോലെ നമ്മുടെ ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നു. പക്ഷെ ശ്രേയസ് അയ്യരെ പരിഗണിച്ചില്ല. ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു BCCIക്ക് ഒരു അല്പം നട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവിനെ മാറ്റി പകരം ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചുകൊണ്ട് ശ്രേയസ് അയ്യറിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നു ചെന്നിട്ട് ഹർദിക് പാണ്ഡ്യക്ക് തന്നെ ക്യാപ്റ്റൻസി കൊടുത്താലും തെറ്റു പറയാനൊന്നുമില്ല. പക്ഷെ സൂര്യകുമാർ യാദവിന് ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയാം. നാണം കെട്ട് ഗില്ലിനേക്കാൾ മുമ്പേ പുറത്തു പോകേണ്ട ആളാണ് സൂര്യകുമാർ യാദവ്. കാര്യം ശരാശരി നോക്കുമ്പോൾ ഗില്ലിന് സൂര്യകുമാർ യാദവിനേക്കാൾ ഭേദമാണ് കാര്യം. പക്ഷെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം തുടർച്ചയായ മത്സരങ്ങളിൽ ഇറങ്ങുന്നു. 6-7 റൺസ്, കഴിഞ്ഞ കളിയിൽ എന്താ 5 റൺസോ മറ്റോ എടുത്തത്. അപ്പോ അത് സൂര്യകുമാർ യാദവിന്റെ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണുകയല്ല. കാര്യം ഇന്ത്യ കണ്ട മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാൾ തന്നെയാണ് ഗില്ല്. പക്ഷെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണം എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് ഇപ്പൊ അപശ്രുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും വലിച്ചു നീട്ടിയാൽ അത് കുളമാകും, ആളുകൾ കല്ലെറിയും. അപ്പൊ അത് തിരിച്ചറിയാതെ BCCI വീണ്ടും അദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പരമ്പരയും ഇന്ത്യ തോറ്റിട്ടില്ല. അവരൊറ്റ കാരണം പരിഗണിച്ചിട്ടായിരിക്കണം. ഏതായാലും കാത്തിരുന്ന് കാണാം. സഞ്ജുവിനെ സംബന്ധിച്ച് നമ്മുടെ ആശങ്ക ഏതായാലും മാറുകയാണ്. അത് തന്നെയാണ് വലിയ ആശ്വാസം.